മൈൽ ടോക്സിലേക്ക് സ്വാഗതം. സ്വാഗതം. സാർ, ഇന്ന് ഞാൻ രാവിലെ ഒരു വലിയൊരു ബിസിനസ് ഗ്രൂപ്പുമായിട്ട് ഇരിക്കുകയായിട്ടുണ്ടായിരുന്നു. രാവിലെ കുറച്ച് നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും അവരുടേതായ ചില കാഴ്ചപ്പാടുകൾ. ചലഞ്ചുകൾ സംസാരിക്കുകയും ആ ചലഞ്ചിനുള്ള ഒരു സൊല്യൂഷൻ സൊല്യൂഷൻ നമ്മൾ തന്നെ പറയണം. ആ സൊല്യൂഷൻ ആയിരിക്കും എന്നുള്ളത് പരസ്പരം പറയുന്ന ഒരു കൂട്ടായ്മയിൽ സംസാരിച്ചത്. ഞാൻ അവിടെ പങ്കുവച്ചത്, നമ്മൾ സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്, റിവ്യൂസ് കൊണ്ടുവരുന്നുണ്ട്, ഇത് സിസ്റ്റം തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് റിവ്യൂ ചെയ്യുന്നുണ്ട്, ദിവസവും നമ്മളതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ റിസൾട്ട് കാണുന്നില്ല എന്നൊരു സംശയം ഒരു ചലഞ്ചായിട്ട് ഞാൻ വെച്ചു. കാരണം വളരെ എല്ലാ സിസ്റ്റവും ക്രിയേറ്റ് ചെയ്തു. അക്കൗണ്ടിങ്, ഫിനാൻസ്, അവിടെയൊക്കെ മോണിറ്ററിങ്, ഇവരെയൊക്കെ നമ്മളെ ടീമിനെ ശക്തിയാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന വർക്കിനെ നമ്മൾ കൃത്യമായി റിവ്യൂ ചെയ്യുന്നു, മോണിറ്ററിങ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് അവിടെയൊക്കെ വേണ്ടത് എന്താണ്? റവന്യൂ കൂടണം, പ്രോഫിറ്റ് കൂടണം, റിസൾട്ട് ഉണ്ടാവണം. ഇത് റിസൾട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നില്ല, എന്നാൽ ഇത് വർക്കിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ ചെറിയ ബിസിനസ്മാൻമാർക്ക് ഉണ്ടാകുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചലഞ്ച് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ചെയ്തിട്ടും റിസൾട്ട് കാണുന്നില്ല. ഇതൊരു ലേറ്റസ്റ്റ് മോഡലിലേക്ക് നമ്മൾ പോകുന്നു, റിസൾട്ട് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും പഴയതിലേക്ക് തന്നെ സ്വിച്ച് ചെയ്യും. കാരണം ഇവിടെ ഒന്നും റിസൾട്ട് കാണുന്നില്ല. ചിലപ്പോൾ റവന്യൂ ഒന്ന് കുറയാനും സാധ്യതയുണ്ട്. സെറ്റപ്പ് ഒക്കെ ആവുന്നത് വീണ്ടും നമ്മൾ അങ്ങോട്ട് സ്വിച്ച് ചെയ്യും. ഇങ്ങനെ ഒരു അപകടം നമുക്ക് വരാൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. സാറിൻ്റെ കാഴ്ചപ്പാട് എന്താണ് ഈ വിഷയത്തിൽ? ഓക്കെ. ഹനീഫിക്ക് ഇന്നലെ രാത്രി ഞാനിങ്ങനെ നമ്മുടെ നിയാസിക്കായിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഞാൻ എൻ്റെ മുന്നിൽ കണ്ടു. ഒരു പക്ഷേ ഇതായിരിക്കാം ഇപ്പോൾ ഉള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. വെൽക്കം. നമ്മളിവിടെ അടുത്ത ജംഗ്ഷനിലോട്ട് എത്തിയപ്പോൾ സിഗ്നൽ റെഡിൽ കിടക്കുകയാണ്. ക്രോസ് ചെയ്യാൻ നോക്കുന്ന സമയത്തേക്ക് സിഗ്നൽ ഗ്രീൻ ആയി. അതായത് ഞങ്ങൾ ക്രോസ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യണം, വെഹിക്കിൾ പാസ് ഓൺ ചെയ്യും. പക്ഷേ മുന്നിലെ വാഹനം എടുക്കുന്നില്ല. പിന്നിൽ വാഹനങ്ങൾ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഈ വാഹനം എടുക്കാത്തത്? സ്റ്റാർട്ടാവാതെ ഇനി വണ്ടി എങ്ങനെ തള്ളേണ്ടി വരുമോ? പിന്നത്തെ വാഹനങ്ങൾ ഹോൺ അടിച്ചു, പിന്നെ ആരും ഹോൺ അടിക്കുന്നില്ല. ഒരു 2-3 ഹോണും നീട്ടി അടിച്ചു, പിന്നെ ഹോൺ അടിക്കുന്നില്ല. ഈ വാഹനം എടുക്കുന്നില്ല. ഈ വാഹനം എടുത്താലേ ബാക്കിയുള്ള വാഹനങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ. സിഗ്നൽ ഗ്രീനാണ്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഞാനും നിയാസിക്ക് ഡിസ്കസ് ചെയ്ത്, എന്തുകൊണ്ടാണ് ആ വാഹനം എന്തെടുക്കാതെ? എടുത്താലല്ലേ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ നോക്കുന്ന സമയത്താണ് കാണുന്നത്, ആ സൈഡിൽ നിന്ന് ക്രോസ് ചെയ്ത് അടുത്ത ഇതിലോട്ട് 4 റോഡ് ജംഗ്ഷനാണ്. അപ്പോൾ ക്രോസ് ചെയ്ത് പോകണമല്ലോ. ആ ക്രോസ് ചെയ്ത് കിടക്കുന്ന ആ ഭാഗത്ത് വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കുക. ഈ വാഹനം കൂടി ചെന്ന് കഴിഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇപ്പുറത്തോട്ടുള്ള വാഹനം പിന്നെ പോകാൻ കഴിയില്ല. സിഗ്നൽ ക്ലിയർ അല്ല. പൊസിഷൻ ക്ലിയർ അല്ല. ഫുൾ വണ്ടി പോയിട്ടില്ല. സിഗ്നൽ പച്ചയിലാണ് കിടക്കുന്നത്. ഇവരെടുത്താൽ തന്നെയും അടുത്ത ആ ജംഗ്ഷൻ കടന്ന് മുന്നോട്ട് പോവില്ല. അതായത് ജംഗ്ഷൻ കഴിയുന്ന ആ ഭാഗത്ത് തന്നെ വാഹനം ക്യൂവിൽ നിൽക്കുകയാണ് അങ്ങോട്ട് പോകാൻ. അപ്പൊ ഇവർ കൂടി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പുറത്തോട്ട് റോഡിലോട്ട് ബ്ലോക്ക് ആവും. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല. ഇയാൾ വാഹനം എടുത്തില്ല. മനസ്സിലായില്ലേ? ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ അവിടെ ആ ജംഗ്ഷൻ മൊത്തം ബ്ലോക്ക് ആയി. ഫ്രീ പോകാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അടുത്ത സിഗ്നൽ വീണ്ടും റെഡായി ഗ്രീൻ ആയപ്പോഴേക്കും അവിടെ കുറച്ച് സ്പേസ് വന്നു. അപ്പോഴാണ് ഇയാൾ വാഹനം എടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് ബ്യൂട്ടിഫുൾ ഒരു സിസ്റ്റമാണ് ട്രാഫിക് ഒബേ ചെയ്യുക എന്നുള്ളത്. പച്ചയാകുമ്പോൾ അയാൾക്ക് പോകാമായിരുന്നു, അയാൾ പോയില്ല. ആ പോവാത്തത് കൊണ്ട് തന്നെ അടുത്ത ഗ്രീൻ വന്നപ്പോൾ ഈ വാഹനങ്ങളെല്ലാം കടന്നുപോയി. അപ്പോൾ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷെ ആ സിസ്റ്റത്തിൽ ഒരു ഇൻകംപ്ലീഷൻ വന്നപ്പോൾ അവിടെയുള്ള ആ ഒരു ഡ്രൈവർ, ആ വെഹിക്കിൾ ആരാണോ ഓടിച്ചത്, ആ ഡ്രൈവർ അത് കണ്ടറിഞ്ഞ് അതിന് അനുയോജ്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള ഒരു നടപടി എടുത്തു. എന്താണ്? വെയിറ്റ് ചെയ്തു. അവിടുത്തെ ബ്ലോക്ക്, അതായത് എൻ്റെ പച്ച എന്നുള്ളതല്ല, അപ്പുറത്തെ റോഡ് ബ്ലോക്ക് തീരുന്നവരെ അയാൾ ഇവിടെ വെയിറ്റ് ചെയ്തു. 1 മിനിറ്റ് 1.5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും അയാൾ സുഖമായിട്ട് പോയി. അയാൾക്ക് മാത്രമല്ല, അയാളുടെ ഫോളോ ചെയ്യുന്ന മറ്റുള്ള വെഹിക്കിൾസും അവിടെ പാസ് ഓൺ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. എന്ത് മനസ്സിലാക്കാം ഇതിൽ നിന്ന്? സിസ്റ്റം ഉണ്ട്. അല്ല, ഇതിനും സിസ്റ്റം ഉണ്ട്. അവിടെ സിസ്റ്റം ഉണ്ട്. യു എ സംബന്ധിച്ചോളം അങ്ങനെ വണ്ടി അവിടെ ബ്ലോക്ക് കാണുമ്പോൾ കയറിയിട്ടുണ്ടെങ്കിൽ അതിനും ഫൈൻ കിട്ടും.
അത് ഇവിടെ പച്ചയായതുകൊണ്ട് എന്നല്ല, നമ്മളെ മുമ്പിൽ ക്ലിയർ വേണമെന്നുള്ളത് നിയമം തന്നെയാണ്. ക്ലാരിറ്റി അതുവരെ സിസ്റ്റം ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ. അതെ, അങ്ങനെ നമുക്ക് കേറി ബാക്കിൽ മുമ്പിൽ വണ്ടി പോവാത്തോണ്ടാണ് ഞാൻ വേണമെങ്കിൽ അയാൾക്ക് പോയി നിൽക്കാമായിരുന്നു. നിന്നാൽ ചിലപ്പോൾ കിട്ടും. ഇല്ല, ഇപ്പുറത്തോട്ട് അയാളുടെ വാഹനമല്ല, അയാളുടെ പിന്നിലുള്ള ട്രെയിൽ ചെയ്യുന്ന വാഹനങ്ങൾ ഒരു വശം നിന്നാൽ കിട്ടും. അയാൾ പോയില്ല, ആള് പോകും. ശരി, അയാൾ കഴിയോളം വെയിറ്റ് അയാൾ അത് കഴിയോളം വെയിറ്റ് ചെയ്തു. ഒരു 1.5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ഈ വാഹനങ്ങൾ അത് ചിലപ്പോൾ പറ്റിയില്ല എന്ന് വന്നില്ലെങ്കിൽ പെടും. അപ്പൊ ഞാനത് മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ, അയാൾക്ക് കടന്നു പോകാമായിരുന്നു, പക്ഷെ അയാൾ വെയിറ്റ് ചെയ്തത് അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷനിലെ പ്രോബ്ലം എൻ്റെ പ്രശ്നം കൂടിയാണെന്ന് കണ്ടറിഞ്ഞ് അയാൾ അത് അവിടെ കുറച്ചൊരു സമയം അയാൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി ടുഗെദർ എല്ലാവരും വിജയിച്ചു എന്നുള്ളത്. മറ്റത് അയാൾ മാത്രം വിജയിക്കുമായിരുന്നു. അയാൾ അങ്ങോട്ട് കടന്നു വരുന്നെങ്കിൽ അയാൾക്ക് കയറി നിൽക്കാമായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാവരും വിജയിച്ചു എന്ന് വേണം പറയാൻ. എനിക്കത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു.